ഒരേ വർഷം അടുത്തടുത്ത മാസങ്ങളിലായി ഒരേ തീമിൽ വന്ന രണ്ട് ചിത്രങ്ങൾ. അതിൽ ആദ്യത്തേത് കളിമണ്ണ്. ബ്ലസ്സി സംവിധാനം ചെയ്ത് ശ്വേതാ മേനോൻ നായികയായി വന്നൊരു ചിത്രം. ഈ സിനിമയെക്കുറിച്ച് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ പടത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഒരു പാട്ടുണ്ട്. ഈ പടം ഇറങ്ങുമ്പോൾ ഒരു 20 വയസ്സുണ്ടായിരുന്ന എനിക്ക് ഇതുപോലുള്ള പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു മാസ് ഇമേജിന് കോട്ടം തട്ടും എന്നുള്ളതുകൊണ്ട് അന്ന് അതാരോടും എനിക്ക് പറയാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പൊ ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, സഗതി ഒരു താരാട്ട് പാട്ടാണ്, പക്ഷെ അതൊരു ഗംഭീര സോങ് ആണ്. കേട്ടിട്ടില്ലാത്തവർ തീർച്ചയായും കേട്ടു നോക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു റിയൽ ലൈഫ് ഡെലിവറി രംഗം അതേപടി ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ആ സിനിമയ്ക്കെതിരെ അന്ന് ഭയങ്കര വിവാദമായിരുന്നു. പക്ഷെ മാറ്റങ്ങളൊന്നുമില്ലാതെ ഒടുക്കം ആ സിനിമ പുറത്തിറങ്ങി. ഇനി മൂന്നാമത്തെ കാര്യം ഈ രണ്ടാമത്തെ കാര്യത്തിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അന്ന് അങ്ങനെ ഒരു സംഗതി വിവാദമായിരുന്നെങ്കിൽ ഇന്ന് കാലം മാറി അതേപോലെ ഒരു പ്രോസസ് ഒരേ വീട്ടിൽ 3-4 പേര് പല പല ആംഗിളുകളിൽ നിന്നെടുത്ത് നമുക്ക് കാണിച്ചു തന്നു. ഇതിലേതെങ്കിലും ഒന്ന് നല്ലതോ ചീത്തയോ എന്നല്ല പറയുന്നത്, മറിച്ച് കാലം മാറുന്തോറും മനുഷ്യന്റെ മൈൻഡ് സെറ്റ് മാറും. അതുകൊണ്ട് തന്നെ ഇന്ന് അതൊരു പ്രശ്നമല്ല. ജസ്റ്റ് ലൈക്ക് പണ്ടൊക്കെ നമ്മൾ വാതിലടച്ച് ജനലൊക്കെ മറച്ച് അങ്ങനെയല്ല ഡ്രസ്സ് മാറാറ്. ഇന്ന് എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ മിനിമം ഒരു 10K വ്യൂസ് എങ്കിലും അടിച്ചിരുന്നെങ്കിൽ നന്നായനെ എന്ന് കരുതുന്നവരാണ്. സോ തിങ്സ് ചേഞ്ച് വെൻ ദ ടൈം ചേഞ്ചസ്. ഇനി അടുത്തത് അതേ വർഷം തൊട്ടടുത്ത മാസം പുറത്തിറങ്ങിയ സക്കറിയയുടെ ഗർഭിണികൾ. ഈ പടത്തിൽ 4-5 ഗർഭിണികളുടെ കഥ പറയുന്നുണ്ട്. പക്ഷെ അതിലെന്നും മനസ്സിൽ നിൽക്കുന്നത് ആക്ട്രസ് സനുഷ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രത്തിന്റെ സ്റ്റോറി തന്നെയായിരുന്നു. ആ കഥാപാത്രത്തിന്റെ തുടക്കം മുതൽ നമുക്കൊരിക്കലും അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ സാധിക്കില്ല. അവരുടെ ചെയ്തികൾ കാരണം എപ്പോഴും അവരുമായി ഒരു ഡിസ്റ്റൻസിൽ ഇട്ട് മാത്രമേ നമുക്ക് അവരെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് അതേസമയം ആരാണ് ഇതിന് കാരണക്കാരൻ എന്നൊരു ഉത്തരം നമുക്ക് തരാതെ കഥയുടെ അവസാനം വരെ ഈ സിനിമ നമ്മളെ പിടിച്ചിരുത്തുന്നുമുണ്ട്. ആൻഡ് ഒടുക്കം ആ ഉത്തരം നമ്മളോട് പറയാതെ പറയുമ്പോൾ ദാറ്റ് വാസ് ഹൈലി ട്രോമാറ്റിക്. പിന്നെ ഈ പടത്തിലുമുണ്ട് ഒരു നല്ല പാട്ട്. പിൽക്കാലത്ത് നമ്മുടെ ജയസൂര്യയുടെ ഇടി എന്ന സിനിമ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സിലെ സ്റ്റോം റൈഡേഴ്സിലെ സാമി, പിന്നെ നമ്മുടെ പഴയ ഫേസ്ബുക്കിലെ സിനിമാ പ്രാന്തൻ എന്ന പേജിന്റെ അഡ്മിൻ സാജിദ് യാഹിയെ ഈ പാട്ടിലൂടെയായിരുന്നു ആദ്യം കാണുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഈ 2 സിനിമകളെ കുറിച്ചുമുള്ള നിങ്ങളുടെ ഓർമ്മകൾ കമന്റ് ചെയ്യുക.